വടകരയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചു. ആത്മഹത്യ ചെയ്ത തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിംകുട്ടി ഹാജിയുടെ കനറ ബാങ്ക് വടകര ശാഖയിലെ ലോക്കറാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം തുറന്ന് പരിശോധിച്ചത്. കേസിൽ നിർണായകമായ പല രേഖകളും ലഭിച്ചതായി ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കി. ലോക്കറിൽ ചെറിയ സ്വർണ്ണ ഉരുപ്പടിയും ഉണ്ടായിരുന്നു. കണ്ടെടുത്ത ബോണ്ടുകളിൽ അവകാശികളായി ഭാര്യയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഭാര്യയും മക്കളുമായി അകന്നു കഴിഞ്ഞിരുന്ന ഇബ്രാഹിം ഹാജി വടകരയിലെ സ്വകാര്യ കെട്ടിടത്തിൽ തനിച്ചു താമസിച്ച് വരുന്നതിനിടെയാണ് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാതായതോടെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഇയാൾ താമസിച്ച ഗവൺമെന്റ് ജില്ലാ ആശുപത്രി പരിസരത്തെ താമസ സ്ഥലത്ത് ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിന്റെ താക്കോൽ ലഭിച്ചത്. ലോക്കർ തുറന്ന് പരിശോധിക്കാൻ കോടതിയുടെ അനുമതി ക്രൈംബ്രാഞ്ച് തേടിയിരുന്നു. അനുമതി ലഭിച്ചതോടെയാണ് ലോക്കർ തുറന്ന് പരിശോധന നടത്തിയത്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.